അപ്പോൾ സെസ്റ്റോ എലമെൻറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമുക്ക്. പേര് പോലെ തന്നെ 6th എലമെൻറ്റ് ആണ് ഇതിൻ്റെ മെയിൻ. പീരിയോഡിക് ടേബിൾ 6ാമത്തെ മൂലകമായിട്ടുള്ള കാർബൺ. ചേസിസ്, ബോഡി, സസ്പെൻഷൻ എല്ലായിടത്തും കാർബൺ കൊണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ കലവേ ഗോൾഫ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ലംബോർഗിനി ഇതിൻ്റെ ഫോർജ്ഡ് കോമ്പോസിറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രോസസ്സിൽ ബോയിങ് കമ്പനിയും പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറ് ആകെ 999 കിലോഗ്രാം മാത്രമേ കേബ് വെയിറ്റുള്ളൂ. ഗലാർദോയിലൊക്കെ കാണുന്ന പോലെയുള്ള സെയിം 5.2 ലിറ്റർ NA V10 വിത്ത് 6 സ്പീഡ് ഗിയർ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് ഇതിലുള്ളത്. 0 to 100 അണ്ടർ 2.5 സെക്കൻഡ്സ്. സാധാ കാറിനുള്ള പലതും ഇതിനില്ല. പെയിൻറ്റ്, AC, സ്റ്റീരിയോ, സീറ്റ് ഒന്നും. ഡയറക്റ്റ് ഇതിൻ്റെ ചേസിസിൽ ഫോം പാഡ് ഒട്ടിച്ചിട്ടാണ് സീറ്റായിട്ട് ഉപയോഗിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡോ അതുമായി ബന്ധപ്പെട്ട AC, സ്റ്റീരിയോ പോലുള്ള യാതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കാർബൺ ടെക്സ്ചർ കാണാൻ വേണ്ടിയിട്ടും യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ടും നോർമൽ പെയിൻറ്റിൻ്റെ വെയിറ്റും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ കാർബൺ ഫൈബറിൻ്റെ മുകളിൽ ഒരു മൈക്രോ ക്രിസ്റ്റലൈൻ ക്ലിയർ കോട്ട് മാത്രമാണ് അടിച്ചിട്ടുള്ളത്. റിയർ വിങ്ങിൻ്റെ താഴെ കാണുന്ന എക്സോസ്റ്റ് പൈപ്സ് ഉണ്ടാക്കിയിട്ടുള്ളതോ പൈറോസിസ് എന്ന് പറയുന്ന ഗ്ലാസ് സെറാമിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. വീണ്ടും വെയിറ്റ് റിഡക്ഷൻ. സാധാരണ ലംബോർഗിനികളിൽ കാണുന്ന പോലെ എൻജിൻ വിൻഡോവിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു 8 ഹോൾസാണ്. അതും ഹെക്സഗണലായിട്ട്. അതിൻ്റെ മുകളിലായിട്ട് 2 വലിയ ഹെക്സഗണൽ ഹോളിലൂടെയാണ് എയർ സക്ക് ചെയ്ത് ഈ 8 ഹോളിലൂടെ എയർ പുറത്തേക്ക് വിടുന്നത്. നീഡ്സ് ഫോർ സ്പീഡ് ക്ലൈമാക്സ് ചേസിലുള്ള ഈ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ? $2.92 മില്യൺ ലംബോർഗിനി ഈ വെഹിക്കിൾ പാരീസ് മോട്ടോർ ഷോയിൽ 2010 ലോഞ്ച് ചെയ്യുന്നത്. അവരാകെ 20 നമ്പേഴ്സ് പ്രൊഡക്ഷൻ ചെയ്യാനേ പ്ലാനുള്ളതെന്നും പറഞ്ഞിരുന്നുവെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ലംബോർഗിനിക്ക് അത്രയും പൊട്ടൻഷ്യൽ ബയേഴ്സിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുവരെയുള്ള ലംബോർഗിനിയിൽ വെച്ച് ഏറ്റവും വിലയുള്ള ഈ കാറ് അത്രയും വില കൊടുത്ത് എന്തിന് ട്രാക്കിൽ മാത്രം ഓടിക്കണം എന്നുള്ള പൈസക്കാരുടെ ചിന്താഗതിയായിരിക്കും ചിലപ്പോൾ മിക്ക ആളുകളൊന്നും വാങ്ങാത്തത്. എങ്കിലും 10 വരെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ലോകം ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സെസ്റ്റോ എലമെൻറ്റോ ഇമ്പോർട്ടുകൾ വന്നിട്ടുള്ളത് സിംഗപ്പൂരിലേക്കാണ്. അതും ഒരേ സമയം 4 US ഇമ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ കൊളാബ് കമ്പനിയായ ബോയിങ്ങിൻ്റെ വാഷിങ്ടൺ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ ഉണ്ട്. വേറൊരു രസം എന്താണെന്നറിയോ? ഖത്തറിലെ റോഡിൽ കൂടി അവിടുത്തെ ഒരു പൈസക്കാരൻ ഈ വണ്ടി പറപ്പിക്കുന്ന വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വണ്ടൂരിലെ അംജും കൊണ്ടുവന്നില്ലേ, അതേത് കാറ്? അത് ഗലാർദോൻ്റെ മുകളിൽ ദിലീപ് ചാബ്രിയ ഡിസൈൻ ചെയ്ത് കയറ്റിയ റെപ്ലിക്ക. ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും